नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में मृदुला गर्ग के बारे में पढ़ा। मृदुला गर्ग समकालीन कथा साहित्य में आधुनिक दृष्टिकोण और सशक्त वाणी के लिए पहचानी जाती है। साटोतरी कहानी साहित्य में एक प्रमुख हस्ताक्षर है मृदुला गर्ग। उनकी कुछ प्रसिद्ध कृतियाँ हैं, उनमें एक है हरिबिंदी। ഹരിബിന്ദി ബിന്ദി കേട്ടിട്ടുണ്ടോ? ഹരിബിന്ദി എന്ന് പറഞ്ഞാൽ പച്ചപ്പൊട്ടാണ്. പച്ചപ്പൊട്ട് തൊട്ട് നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവുന്നത്. ഇവിടെ നമ്മൾ ഈ ഹരിബിന്ദി എന്ന് പറയുന്നത് നമ്മൾ പച്ചപ്പൊട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കളറാണത്. വ്യത്യസ്തമായിട്ടുള്ളൊരു കളറായിട്ട് നമുക്കതിനെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആകർഷണീയമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്നൊരവസ്ഥ എത്തുന്നതാണ്. ഇതിൽ പറയുന്നത് ഹരിബിന്ദി ഭാരതിയാക്കി ചാപ്പ് ചോർത്തി ദോ അജ്നബിയോം കി കഹാനി ഹെ. രണ്ട് അപരിചിതരായിട്ടുള്ള ആളുകളിലെ കഥയായിട്ടാണ് ഇതിന് പറയുന്നത്. ഇതിലൊരു സ്ത്രീയും വരുന്നുണ്ട്, ഒരു പുരുഷനും വരുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം അറിയാത്തവരാണ്. പക്ഷേ അയാൾക്ക് ഇവളിലെ ഒരു പ്രത്യേകത തോന്നുകയാണ്. ധരിച്ചിരിക്കുന്ന ഡ്രസ്സും ആ പച്ചപ്പൊട്ടും കൂടി കാണുമ്പോൾ അയാൾക്കൊരു താല്പര്യം തോന്നുന്നതാണ് അതിൽ പറയുന്നത്. ഇവിടെ ആ സ്ത്രീയുടെ ഭർത്താവാണെങ്കിൽ ഇവിടെ നാട്ടിലില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. വിദേശ് में पति की अनुपस्थिति में समय काटती महिला यूं ही बिना चिंता किए कि कहाँ जाएगी निकल पड़ती है. ഇവിടെ പറയുന്നതാണ്. അതായത് ഭർത്താവ് വിദേശത്താണ്. അപ്പോൾ ഭർത്താവിൻ്റെ ആബ്സെൻസിൽ സമയം ചിലവഴിക്കുന്ന സ്ത്രീ അവിടെ ഒന്നും ചിന്തിക്കാതെ എവിടേക്കെങ്കിലും പോയാലോ എന്ന് ചിന്തിച്ച് ഇറങ്ങുന്നതാണ് ഇതിൽ പറയുന്നത്. ആ സമയത്താണ് ഈ അപരിചിതനെ അവിടെ കണ്ടുമുട്ടുന്നത്. അതാണ് ഇത് കഥയിൽ പറയുന്നത്. ആ ഹരിബിന്ദി എന്നുള്ളത്, അതായത് ആ പച്ചപ്പൊട്ട്, അതായത് ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ ആ പച്ചപ്പൊട്ട് കണ്ടപ്പോൾ തന്നെ അയാൾ ആ സ്ത്രീയിൽ ആകർഷിക്കപ്പെടുന്നതായിട്ട് പറയുന്നത്. ഇപ്പോൾ അവസാനമാണ് ചിന്തിക്കേണ്ട ഉസേ പത്താ ചലാക്കി ഈ ആകർഷൺ എന്തുകൊണ്ടാണ് ആകർഷണം ഉണ്ടായത്. ഇപ്പോൾ രണ്ടുപേരും അങ്ങനെയുള്ളൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആകർഷണീയത അവിടെ തോന്നുകയാണ് ചെയ്യുന്നത്. അറിയുന്ന ആളുകളല്ല, പരസ്പരം അറിയാത്ത ആളുകളാണ്. നമ്മൾ കഥയിലേക്ക് പോകാം. ഹരിബിന്ദി. ആങ്ക് ഗുൽത്തെ ഹി आद तन नज़र सबसे पहले कलाई पर लगी घड़ी पर गई सिर्फ 6:30. ഇപ്പോൾ രാത്രി ഉറങ്ങാൻ കിടന്ന് കണ്ണു തുറന്നപ്പോൾ ആദ് തൻ നസർ, ആദ്യ നോട്ടം, സബ്സെ പഹലെ കലായി പർ ലഗി ഗഡി പർ, ഏറ്റവും ആദ്യം കല എന്നാണ് റിസ്റ്റ്. ഇപ്പോൾ നമ്മൾ കൈത്തണ്ടയിൽ കെട്ടിയിട്ടുള്ള ഗഡി വാച്ചിൻ്റെ മുകളിലാണ്. ഇപ്പോൾ കണ്ണ് തുറന്നതും ആദ്യം നോക്കിയത് കൈത്തണ്ടയിൽ കെട്ടിയ വാച്ചിലേക്കാണ് നോക്കിയത്. വാച്ച് നോക്കിയപ്പോൾ സിർഫ് 6:30, 6:30 സമയം. നേരം വെളുത്തു, 6:30 ആദ്യ നോട്ടം വാച്ചിലേക്കാണ്. സമയം അറിഞ്ഞു 6:30. उसने फौरन आंखें दोबारा कसकर बंद कर लो और इंतज़ार करने लगी कि अब पलंग शर्मराएगा और आवाज़ आएगी, उड़ना नहीं है क्या. സമയം നോക്കി അവൾ വേണ്ടെന്ന് ചെയ്തു. उसने फौरन आंखें दोबारा कसकर बंद कर ली. അവൾ പെട്ടെന്ന്, പൗരൻ പെട്ടെന്ന്, കണ്ണുകൾ ദുബാര രണ്ടാം വട്ടം വീണ്ടും കസ്കർ ബന്ദ് കർലി ദൃഢമായിട്ട് അടച്ചു. വീട്ടിൽ ഒറ്റയ്ക്കാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ 6:30 ആയിട്ടുള്ളൂ. വീണ്ടും അവിടെ തന്നെ കിടന്ന് കണ്ണൊക്കെ അടച്ച് പിടിച്ച് കിടക്കുകയാണ്.
इंतजार करने लगी कि अब पलंग चरमराएगा. ചർമ്മരായക എന്ന ശബ്ദം ഉണ്ടാക്കുക. इंतजार करने लगी कि अब पलंग चरमराएग और आवाज़ आएगी उड़ना ही के. അപ്പോൾ അവൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഇന്തസാർ കന്ന പ്രതീക്ഷിക്കുക, വെയിറ്റ് ചെയ്യാണ്. അതായത് കട്ടിലിൽ നിന്ന് ശബ്ദമുണ്ടാവും, അങ്ങനെ കിടക്കുന്ന ശബ്ദം കേൾക്കും. ആവാസും ആയേകി, ശബ്ദം കേൾക്കും. എന്തെന്നാ ഉടനാ നഹിഹേക്കാ, എഴുന്നേൽക്കുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ വരും. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ എഴുന്നേറ്റ് 6:30 കണ്ടപ്പോൾ വീണ്ടും അവിടെ കിടന്നൊരവസ്ഥയാണ്. पर जब कुछ देर चुप्पी बनी रही तो आंखें खोल कर देखा. പക്ഷെ കുറച്ച് നേരം അവൾ മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നു. ചുപ്പി എന്ന് പറഞ്ഞാൽ ചുബ്ന എന്നുള്ള അർത്ഥം, മിണ്ടാതിരിക്കുക. തോ ആംഖേം ഖോൽ കർ ദേക്ക, എന്നിട്ട് കണ്ണുകൾ തുറന്ന് നോക്കുകയാണ്. ബിസ്തർ पर वह अकेली है, കിടക്കയിൽ അവൾ ഒറ്റയ്ക്കുള്ളൂ, കൂടെ ആരുമില്ല. ഇപ്പോൾ അവൾ ഒറ്റയ്ക്കായ ആ സമയത്ത് അവൾ പഴയ കാര്യങ്ങൾ, അതായത് ഉണ്ടായിരുന്നെങ്കിൽ എഴുന്നേൽക്കുന്നില്ല എന്നുള്ള ശബ്ദം അവിടെ നിന്ന് കേൾക്കാമായിരുന്നു. ഇതൊന്നും ഉണ്ടായില്ല. അവൾ മിണ്ടാതെ കിടന്ന് കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കട്ടിലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കിടക്കയിൽ ബിസ്തർ पर वह अकेली है, കിടക്കയിൽ അവൾ ഒറ്റയ്ക്കാണ്. ഓ ഹാ കൽ രാത് ഹി തോ രാജൻ ദില്ലി ഗയാ ഹേ യാദ് ഹി നഹി രഹാ. അപ്പോഴാണ് അവൾ ചിന്തിക്കുന്നത്, ഓർമ്മിക്കുന്നത്, ഓ ഹാ കൽ രാത് ഹി തോ രാജൻ ദില്ലി ഗയാ ഹേ, ഇന്നലെ രാത്രി തന്നെ രാജൻ ഡൽഹി പോയി. യാദ് ഹി നഹി രഹാ, അതൊന്നും ഓർമ്മ വന്നില്ല. അവളുടെ ഭർത്താവാണ് രാജൻ, സ്ത്രീയുടെ ഭർത്താവിൻ്റെ പേരാണ് രാജൻ എന്നുള്ളത്. അപ്പോൾ ഒറ്റയ്ക്കാണെന്നുള്ളത് കണ്ടപ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത്, രാജൻ ഇന്നലെ തന്നെ പോയല്ലോ എന്നുള്ള കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. തോ അപ്പോൾ ഉടനേക്ക് കോയി ജൽദി നഹി ഹേ, ഇനിയിപ്പോൾ എഴുന്നേൽക്കാനായിട്ട് തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല, ഒറ്റയ്ക്കാണ്, ഭർത്താവ് കൂടെയില്ല. അപ്പോൾ ഉടനേക്ക് കോയി ജൽദി നഹി ഹേ, ഉടനേക്ക് കോയി ജരൂരത് നഹി ഹേ, അത്യാവശ്യമൊന്നുമില്ല, പെട്ടെന്ന് എഴുന്നേൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഉസ്നെ ഡേർ സാരാ ഹവ गालों में भरकर एक लंबी सांस छोड़ी और पूरे बिस्तर पर एक बार लौट गई. ढेर सारा हवा गालों में भरकर എന്ന് പറയുന്നത്, ഡേർ സാര ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരുപാട് വായു. ഡേർ സാര എന്ന് പറഞ്ഞാൽ ഒരുപാട്, നമ്മൾ കുന്നോളം എന്നൊക്കെ പറയും. ഹവ ഖാലോമേ ബർക്കർ, കവളത്ത് വന്ന് അടിച്ചപ്പോൾ. ഏക്ക് ലംബി സാസ് ചോടി, ഒരു ദീർഘനിശ്വാസം വിടാണ്. ലംബി സാസ് എന്ന് പറഞ്ഞാൽ ദീർഘനിശ്വാസം വിട്ടു. അവർ പൂരെ ബിസ്തർ पर एक बार ലോട്ട് ഗയി എന്ന് പറഞ്ഞാൽ ഉരുള, ആ കിടക്കയിലെ മുഴുവനെ കിടന്നു ഒന്ന് പ്രാവശ്യം ഒന്ന് ഉരുണ്ടു. നമ്മൾ നേരം വിളിച്ചാകുമ്പോൾ ഒരു പണിയില്ലെങ്കിൽ കോളേജിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ തന്നെ ചുരുണ്ട് കിടക്കുന്നു, എഴുന്നേൽക്കാൻ തോന്നില്ല. എഴുന്നേൽക്കാൻ പറയുമ്പോൾ വീണ്ടും അവിടെ കിടന്ന് ഉരുളുന്നു, ആ ഒരവസ്ഥയിൽ. അപ്പോൾ ആരും ഇല്ലയെന്ന് കണ്ടു. വളരെ സന്തോഷത്തോടുകൂടി ഇഷ്ടം പോലെ വായുവൊക്കെ ശ്വസിച്ചുകൊണ്ട് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൾ ആ കിടക്കയിലൊന്ന് മുഴുവൻ കിടന്നൊന്ന് ഉരുണ്ടു. दूसरे सिरे पर जाकर मुँह पर बांह रखकर लेटी तो खानों में घड़ी की टिक टिक तीव्रता से बज उड़ी. दूसरे सिरे पर जाकर, അതായത് കിടക്കയുടെ ഈ അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തിൽ ചെന്നപ്പോൾ മുഹ് പർ ബാഹ് രഖർ ലേട്ടി, അതായത് മുഖത്ത് കൈ വെച്ചിട്ട് കിടക്കണം. തോ കാനോമേ ഗഡി കി ടിക് ടിക് തീവ്രത സേ ബജുടി, പെട്ടെന്ന് ചെവിയിൽ വാച്ചിൻ്റെ ടിക് ടിക് എന്നുള്ള സൗണ്ട് വളരെ തീവ്രതയിൽ, അതായത് അവിടെ സമയം കാണിച്ചുകൊണ്ട് ആ ബെല്ലടിക്കുകയാണ്, അതായത് വാച്ചിൽ നിന്ന് സൗണ്ട് കേൾക്കുകയാണ്, ടിക് ടിക് എന്നുള്ള സൗണ്ട്. വഹ് മുസ്കുരാതി, അവളപ്പോൾ പുഞ്ചിരിച്ചു. ഉസേ കലായി पर घड़ी बांध कर सोने की आदत है. ഇപ്പോൾ സ്ത്രീയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ശീലം എന്ന് പറയുന്നത് ആദത്ത്, ഹാബിറ്റാണ്. എന്താണ്? കലായി पर घड़ी बांध कर सोना, അതായത് കൈത്തണ്ടയിൽ വാച്ച് കെട്ടിയിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് സ്ത്രീക്ക് ആദത്ത് ഹേ, ആ സ്ത്രീയുടെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കി അവൾ അവിടെ തന്നെ കിടന്നു, വീണ്ടും മുഖത്ത് കൈ വെച്ചുകൊണ്ട് അവിടെ തന്നെ കിടന്നു. ആ സമയത്താണ് ചെവിയിൽ വാച്ചിൻ്റെ ടിക് ടിക് ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഉസേ കലായി पर घड़ी बांध कर सोने की आदत है, അവൾക്കാണെങ്കിൽ വാച്ച് കെട്ടി ഉറങ്ങുന്ന ശീലമുണ്ട്. രാജൻ റോസ് ചിഡ് കർ कहता है
ये क्या सारी रात कान के पास टिक टिक होती रहती है, इसे उतारो ना. ഇപ്പം രാജൻ റോസ് ചിട്കർ कहता है. രാജൻ ഡെയിലി അവളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നൊരു കാര്യമാണ്, ദേഷ്യപ്പെട്ട് പറയുന്നൊരു കാര്യമാണ്. ये क्या सारी रात कान के पास टिक टिक होती रहती है, ഈ രാത്രി മുഴുവൻ ചെവിയുടെ അടുത്ത് ടിക് ടിക് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ ചോദിച്ചിട്ട് ചീത്ത പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. ഇസേ ഉത്താരോനാ, ഇത് ഉരി വെച്ചുകൂടെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് അവൾ എന്തായെന്ന് പറയുന്നത്, കലായി പർ ഗടി ബാന്ത് കർ സോന ഉസ്കി ആദത്ത് ഹേ, അവൾ ശീലമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളത് കെട്ടിയിട്ടാണ് കിടന്നുറങ്ങുക. ഭർത്താവ് രാജൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ എന്തിനേയും വാച്ചും കെട്ടി ഉറങ്ങണത്, ചെവിയിൽ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഊരി വെച്ചുകൂടെ ചോദിക്കാറുണ്ട്. उसने बाँह डाली, तकिया खींच कर पेट के नीचे दबा लिया और लंबे चौड़े पलंग पर बाहें फैलाकर औंधी लेट गई. औंधी लेट എന്നാണ് കമിഴ്ന്ന് കിടക്കുക. നമ്മൾ സുഖമായിട്ടൊന്നും ഉറങ്ങാനായിട്ട് വെളിച്ചം മുഖത്തേക്ക് അടിക്കാതിരിക്കും, നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി കമിഴ്ന്ന് കിടന്നുറങ്ങും. ഉസ്നെ ബാഹ് ഉഡാലി, അവൾ കൈ മാറ്റി. തക്കിയ ഖീഞ്ച് കർ, തക്കിയ എന്നാണ് തലയണ, തലയണ വലിച്ചിട്ടിട്ട് പേട്ക്ക് നീച്ചെ ദബാലിയ, വയറിൻ്റെ ചോടെ കൊണ്ടുവന്ന് തലയണ വെച്ചിട്ട്. ലംബേ ചൗടെ പളങ് പർ ബാഹ്യ ഫൈലാക്കർ, നല്ല വീതി നീളമൊക്കെ ഉള്ള ആ കട്ടിലിൻ്റെ മുകളിൽ എന്ത് ചെയ്തു, ബാഹ്യ ഫൈലാക്കർ, കൈകൾ വിരിച്ചുകൊണ്ട് കമിഴ്ന്ന് കിടക്കുകയാണ്. അപ്പോൾ കിടക്കാനുള്ളൊരു സുഖം, അതായത് തലയണ കൊണ്ടുവന്ന് തലയണ വയറിൻ്റെ അടിയിലൊക്കെ വെച്ച് കൈയും കാലൊക്കെ നീട്ടി കിടക്കുകയാണ്, സുഖമായിട്ട് കൈകൾ വിരിച്ച് കിടക്കുകയാണ്, കമിഴ്ന്ന് കിടക്കുകയാണ്. ഓ സുബ ദേർ തക് സോനമേക്ക് ഇത്തന ആനന്ദ് ഹേ, വളരെ സന്തോഷത്തോടെ പറയാം. ഓ സുബ ദേർ തക്, രാവിലെ ഒരുപാട് നേരം വരെ സോനമേ ഉറങ്ങുന്നതിൽ കിത്തന ആനന്ദ് ഹേ, എന്തൊരു സുഖമാണ്, എന്തൊരു സന്തോഷമാണ്. രാജൻ ഹോത്താ ഹേ തോ सुबह 6:30 बजे से ही खटर पटर शुरू हो जाती है. खाने चाय नाश्ते की तैयारी और 8 बजे तक दफ्तर के लिए रुखसत. ആചാര്യരാജൻ ഇവിടെ എന്ന് പറയുന്നത് ദില്ലി മേ ഗയാ ഹേ, ദില്ലി പോയിരിക്കുകയാണ്. രാജൻ യഹാ ഹോത്താത്തോ, രാജൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്, സുബഹ 6:30 ബജെ, രാവിലെ ഒരു 6-6:30 നേരത്ത്, 6-6:30 മണിക്ക് ഖട്ടർ പട്ടർ ശുരു ഹോ ജാതി ഹേ. ഖട്ടർ പട്ടർ എന്ന കോലാഹലം, എഴുന്നേൽക്കാനുള്ള കോലാഹലം 6-6:30 ആകുമ്പോൾ തൊട്ട് തുടങ്ങുന്ന പറയുന്നത്. ഖാനെ ചായ നാസ്തയ്ക്ക് തയ്യാറി, ചായയും ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കാനുള്ള ആ കോലാഹലം, ഭക്ഷണം കഴിക്കാനായിട്ടുള്ള चाय नाश्ते की तैयारी. और 8 बजे तक दफ्तर के लिए रुखसत, 8 മണിയോടടുത്ത് ദഫ്തർ കെ ലിയെ രുക്സത്ത്, ഓഫീസിലേക്കുള്ള പ്രയാണം. രുക്സത്ത് എന്ന് പറഞ്ഞാൽ യാത്ര അല്ലെങ്കിൽ പ്രയാണം. ഇപ്പോൾ രാജനോട് ഉണ്ടായിരുന്നെങ്കിൽ 6-6:30 എങ്ങനെയായാലും എഴുന്നേറ്റ് രാവിലേക്കുള്ള ചായയും ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കി 8 മണിയോടുകൂടി ഓഫീസിലേക്കുള്ള ഓട്ടാണ്. അതാണ് പതിവ്. ഇന്ന് രാജനില്ലാത്തതുകൊണ്ട് കൈകളൊക്കെ വിരിച്ച് സുഖമായിട്ട് അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ രാവിലെ വൈകിട്ട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞൊരു നല്ല സുഖമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ് നേരം വെളുത്തിട്ടും കിടന്നുറങ്ങാന്ന് പറയുന്നത്. എന്നാ ജാനെ യഹ് രാജൻ കോ ജൽദി ഉടനെ കാ ക്യാ മർജ് ഹേ, എന്താണെന്നറിയില്ല. ഈ രാജൻ കോ, ഈ രാജന് ജൽദി ഉടനെ കാ ക്യാ മർജ് ഹേ, പെട്ടെന്ന് എഴുന്നേൽക്കണം എന്നുള്ള ആഗ്രഹം എന്താണെന്നറിയില്ല. ഖൈർ ആജ് വഹ് സ്വതന്ത്ര ഹേ, പ്രത്യേകിച്ച് ആജ് വഹ് സ്വതന്ത്ര ഹേ, ഇന്ന് അവൾ സ്വതന്ത്രയാണ്, ഒറ്റയ്ക്കാണ്. घर में अकेला है, राजन नहीं है, राजन दिल्ली गया है. അപ്പോൾ आज वह स्वतंत्र है. जो चाहे करे, उसने शरीर को ढीला छोड़ दिया और दोबारा सोने की तैयारी करने लगी. राजन उसके पास नहीं, इसलिए वह सोचती है जो चाहे करे, എന്ത് വേണമെങ്കിൽ ചെയ്യാം. उसने शरीर को ढीला छोड़ दिया, ശരീരത്തെ ഒന്ന് എന്താ പറയുക ലൂസാക്കി,
എന്താ പറയുക, ഒന്ന് റിലാക്സ് ചെയ്ത് അവർ ദുബാര സോനയ്ക്ക് തയ്യാറി കാരണില്ലേ, വീണ്ടും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ തുടങ്ങി. ഒറ്റയ്ക്കാണ്, ഒരു പ്രശ്നമില്ല. രാവിലെ എഴുന്നേറ്റ് ചായയും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട, ഓഫീസിൽ പോകണ്ട, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ട, സ്വതന്ത്രയാണ്. അവൾ വീണ്ടും കിടന്നുറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. फिर जब आँख खुली तो 8:30 बज चुके थे. വീണ്ടും അവൾ കിടന്നുറങ്ങാൻ തുടങ്ങി. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ 8:30 बज चुके थे, 8:30 മണിയായി. उसने एक प्याला चाय बनाई और खिड़की का पर्दा हटाकर बाहर झांकने लगी. അങ്ങനെ അവളൊരു ഗ്ലാസ് ചായ, ഒരു കപ്പ് ചായ ഉണ്ടാക്കി. ഖിഡ്കി കാ പർദ, ജനലിൻ്റെ കർട്ടൻ, ഹട്ടാക്കർ മാറ്റിയിട്ട് ബാഹർ ജാഗനെ ലഗി, പുറത്തേക്ക് എത്തി നോക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ 6:30 എഴുന്നേൽക്കണ ആളെന്ന് എഴുന്നേറ്റ് ഇത് എത്ര മണിയാണെന്ന് പറയുന്നത്? 8:30 ബജേ. അങ്ങനെ അവൾ एक प्याला चाय बनाई और खिड़की का पर्दा हटाकर बाहर झांकने लगी, പുറത്തേക്ക് എത്തി നോക്കാനായിട്ട് തുടങ്ങി. ദൂർ തക്ക് ധുന്ദ് ചായി ഹുയി തീ, ഒരുപാട് അകലം വരെ ധുന്ദ്, മഞ്ഞ് വ്യാപിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ധുന്ദ് ചായി ഹേ, ധുന്ദ് ഫൈലി ഹുയി ഹേ. ആജ് ജറൂർ ബർസാത്ത് ഹോഗി ഉസ്നെ സോച്ച. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഇന്ന് വേണമെങ്കിൽ മഴ പെയ്യുമായിരിക്കും. ബർസാത്ത്, മഴ. ഉസേ ധുന്ദ് ബഹുത്ത് ബലി ലഗ്തി ഹി, അവൾക്ക് ഈ മഞ്ഞ് വളരെ നല്ലതായിട്ട് അവൾക്ക് തോന്നുന്നു. ജബ് മാലു നഹീം പഠിത്താ കി വഹാം കുച്ച് ദൂർ പർ ക്യാ ഹേ तो अनायास की आशा होने लगती है कि कोई अनुपम और मोहक वस्तु होगी. जब वो नहीं मालूम नहीं पड़ता कि वह कुछ दूर पर क्या ही, കുറേ അകലം വരെ അത് എന്താണെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. तो अनायास की आशा होने, പെട്ടെന്ന് അവൾക്ക് ആഗ്രഹം തോന്നാണ്, കോയി അനുപം ഓർ മോഹ വസ്തു ഹോഗി, എന്തെങ്കിലും അനുപമമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള മോഹിപ്പിക്കുന്ന വസ്തുക്കളുണ്ടാവുമെന്ന് അവൾക്ക് തോന്നാണ്. മേം ഭി ഗൂപ് ഹോം ഉസ്നെ മുസ്കുരാക്കർ സോച്ചാ മുझे धुंध में खुलापन लगता है सूर्य के प्रकाश में कुठन. എന്താ തോന്നുന്നത്? മേം ഭി ഗൂപ് ഹോം, എനിക്കും ഇത് ധാരാളമാണ്. ഉസ്നെ മുസ്കുരാക്കർ സോച്ച, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്. മുझे धुंध में खुलापन लगता है, അതായത് ഈ മഞ്ഞിൽ അവൾക്ക് വളരെയധികം ഗുലാപ്പൺ, ഓപ്പണായിട്ടുള്ളതായിട്ടുള്ള തോന്നാണ്. സൂര്യക്ക് പ്രകാശമേ കുട്ടൻ, സൂര്യപ്രകാശം കാണുമ്പോൾ അവിടെ എന്താണ്, ശ്വാസം മുട്ടലാണ് തോന്നുന്നത്. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്, അങ്ങനെയായിട്ട് കാണുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അവൾക്കും തോന്നുകയാണ് എന്തോ മോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സുന്ദരമായിട്ടുള്ള എന്തോ വസ്തു ഉണ്ട്. അവൾ ചിന്തിക്കുകയാണ്, മഞ്ഞ, ഈ ധുന്താണ് നല്ലത്, സൂര്യൻ്റെ പ്രകാശം കാണുമ്പോൾ അത് വളരെ വിമിഷ്ടമുണ്ടാക്കുന്നു, വിയർപ്പുമുട്ടലുണ്ടാക്കുന്ന കാര്യമാണെന്ന് അവൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഹരിബിന്ദിയിൽ പറയുന്നത് 2 അപരിചിത് യാ അജ്നബിയോം കി കഹാനി ഹെ. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ളത് നമ്മൾ एक अपरिचित स्त्री, उसका पति का नाम है राजन. राजन दिल्ली गया है, इसलिए वह स्त्री घर में अकेली है. അതുകൊണ്ട് ആ സ്ത്രീ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കായപ്പോൾ ഒരാൾ ഒന്നിനും ഒരു തടസ്സത്തിനും, അത് അവൾ ഇഷ്ടം പോലെ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നതായിട്ടാണ് പറയുന്നത്. അവൾ സ്വതന്ത്രയാണ്, എല്ലാ കാര്യങ്ങളിൽ നിന്നും സ്വതന്ത്രയാണ്. അവൾക്കൊന്ന് ആരുമില്ലാത്തതുകൊണ്ട് അവളുടെ ഇഷ്ടം പോലെ കിടന്നുറങ്ങാം. 6:30 എഴുന്നേൽക്കുന്ന ആൾ അന്ന് എഴുന്നേൽക്കുന്നത് 8:30 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. രാജനുണ്ടായിരുന്നെങ്കിൽ വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു. അതുമാത്രമല്ല, ചായ നാശ്ത തയ്യാർ കർണേക്ക് ജൽദി മേ പഠിച്ചായക. ഇപ്പം ഇതൊന്നുമില്ല, ഒരു തടസ്സവുമില്ല. ആജ് വഹ സ്വതന്ത്ര ഹേ. ഉസ്നെ
जो चाहे വഹ കർണേ കി അവസർ ഹെ. എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവൾക്കവിടെ കിട്ടിയത്. അങ്ങനെ 8:30 ബജേ, എത്ര മണിക്കാണ് എഴുതിക്കുന്നത്? 8:30 മണിക്കാണ് നീന്ത് സേ ആങ്ക് ഖുലി, ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നത്. उसके बाद एक प्याला चाय बनाई और खिड़की के पास के पर्दा हटाकर बाहर झांकने लगा. बाहर बहुत धुंध छाई हुई थी. उस समय उसने सोचा आज ज़रूर बरसात होगी. അപ്പോൾ അവൾക്ക് പറയുന്നുണ്ട് सूर्य के प्रकाश में घुटन होता है. उस स्त्री ने मुस्कुराकर सोचता है मुझे धुंध में खुलापन लगता है लेकिन सूर्य के प्रकाश में घुटन होता है. चाय पीकर गर्म पानी से देर तक नहाया जाए उसने सोचा और इसी विचार से बाल्टी भरने लगी. അങ്ങനെ ചായ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം ഗരം പാനി സേ ദേർ തക് നഹായ ജായേ, ചൂടുവെള്ളം കൊണ്ട് ഒരുപാട് നേരം കുളിച്ചു. ഉസ്നെ സോച്ച, അവൾ ചിന്തിക്കുകയാണ്. ഈസി വിചാർ സേ ബാൾട്ടി ബന, അതായത് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരം കുളിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൾ ബാൾട്ടി ബർണലി, ബക്കറ്റ് നിറയ്ക്കാനായിട്ട് തുടങ്ങി. ചായക്ക് ഉണ്ടാക്കിയിട്ട് നല്ല ചൂടുവെള്ളം കൊണ്ട് കുളിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൾ വെള്ളം കോരണം, വെള്ളം ബക്കറ്റിൽ നിറയ്ക്കാൻ തുടങ്ങി. पर फिर सासा ठंडे पानी की फुहार ही अपने ऊपर छोड़ ली. പക്ഷെ പെട്ടെന്ന് അവൾ ടണ്ടേ പാനിക്ക് ഫുഹാർ, അത് തണുത്ത വെള്ളം കൊണ്ട് തന്നെ അവൾ കുളിക്കാൻ തുടങ്ങുകയാണ്. ദാന്ത് കിട്കിടാത്തെ കിട്കിടാത്തെ മോയക്ക് ഗസൽ ഗുൻഗുനാലെ ലഗി. അപ്പോൾ നല്ല ചൂടുവെള്ളം ഉണ്ടാക്കി കുളിക്കണം എന്നൊക്കെ അവൾ ചിന്തിച്ചു. അങ്ങനെ വെള്ളമൊക്കെ നിറയ്ക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് അവൾ തണുത്ത വെള്ളം കൊണ്ട് മേലാകെ തണുത്ത വെള്ളം ഒഴിക്കുകയാണ്. ഫുഹാർ എന്ന് പറഞ്ഞാൽ വെള്ളം ചാറ്റ്, അതായത് വെള്ളം ഒഴിക്കുക. അപ്പോൾ അവിടെ ആ തണുത്ത വെള്ളം ഉപയോഗിച്ച് അവിടെ കുളിക്കാൻ തുടങ്ങിയപ്പോൾ ദാന്ത് കിടാത്തേ, പല്ലൊക്കെ കൂട്ടിയിടിക്കണ്. അത് നമ്മൾ പറയുന്നത് നല്ല തണുപ്പ് കൊണ്ട്, നമ്മൾ നല്ല തണുപ്പ് കാലത്തൊക്കെ നമ്മൾ പല്ലൊക്കെ ഇങ്ങനെ വിറച്ചിങ്ങനെ കൂട്ടിയിടിക്കും. ആ സമയത്ത് വക്ക് ഗസൽ ഗുൻഗുനാനെ ലഗി, അവൾ ആ സമയത്ത് ഒരു ഗസൽ മൂളിപ്പാട്ട് പാടാണ്. ഗസലിൻ്റെ വരികൾ അവൾ മൂളാണ് ചെയ്യുന്നത്. ബഡേ തൗലിയേസെ ഖൂബ് രഖഡ്കർ ശരീർ പോഞ്ച. തൗലിയ എന്ന് പറഞ്ഞാൽ തോർത്ത്, വലിയൊരു തോർത്തെടുത്തിട്ട് ഖൂബ് രഖഡ്കർ നന്നായി പിഴിഞ്ഞ് ശരീരമൊക്കെ ഉപ്പാണ്. പോഞ്ചന എന്ന് പറഞ്ഞാൽ ഒപ്പിയെടുക്കുക, വെള്ളമൊക്കെ ഒപ്പിയെടുത്തു. आज एक अद्भुत स्फूर्ति और उत्साह का अनुभव हो रहा है. നമ്മൾ ഒറ്റയ്ക്കാണ്, സ്വതന്ത്രയാണ്, ആരും ഒന്നും ചോദിക്കാനും പറയാനും ഇല്ല. അതുകൊണ്ട് തന്നെ एक अद्भुत स्फूर्ति, സ്ഫൂർത്തി എന്ന് പറഞ്ഞാൽ ഉന്മേഷം, വളരെയധികം ഉന്മേഷവും ഉത്സാഹമൊക്കെ അവൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. नीले रंग का एक कुर्ता और चूड़ीदार पायजामा पहना तो नीले रंग की बिंदी माथे पर लगाने को हाथ बढ़ गया. കുളിയൊക്കെ കഴിഞ്ഞ് അവൾ നീല നിറത്തിലുള്ള ഒരു കുർത്തയും ചുരിദാർ പൈജാമയൊക്കെ അവൾ എടുത്ത് ധരിക്കുകയാണ്. ആ സമയത്ത് നീലെ രംഗ് കി ബിന്ദി, നീല നിറത്തിലുള്ള പൊട്ട്, മാതേപ്പർ ലഗാനേക്കോ ഹാത്ത് ബഡ് ഗയ, നെറ്റിൽ തൊടാനായിട്ട് അവൾ കൈ നീട്ടി. ഫിർ ന ജാനെ ക്യാ സോച്ച് കർ ഉസേ ചോട് ദിയാ और एक बड़ी सी हरी बिंदी लगा ली. അപ്പോൾ നീല കുർത്തയും പൈജാമയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ഒരു നീലപ്പൊട്ടെടുക്കാനായിട്ട് കൈ നീട്ടിയതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, അവളെന്തോ ചിന്തിച്ചിട്ട് നീലപ്പൊട്ട് മാറ്റി വെച്ച് ഏക്ക് ബഡി സി ഹരി ബിന്ദി ലഗാലി, ഒരു വലിയ പച്ചപ്പൊട്ടെടുത്തിട്ട് നെറ്റിയും കുത്താണ്. രാജൻ ഹോത്താ തോ കഹത്താ നീലെ പർ ഹര ക്യാ തുക് ഹേ. രാജനുണ്ടായിരുന്നെങ്കിൽ ചോദിക്കുമായിരുന്നു. എന്താ ചോദിക്കുക? നീലേ പർ ഹര ക്യാ തുക് ഹേ. നീല നിറത്തിലുള്ള കുർത്തയും പൈജാമയാണ് ധരിച്ചിരിക്കുന്നത്. ആ ധരിച്ചിരിക്കുന്ന സമയത്ത് പച്ചപ്പൊട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചേർച്ചയാണുള്ളത്? ക്യാ തുക് ഹേ, എന്ത് ചേർച്ചയാണുള്ളത്? ദർപ്പൺ മേ ദിഖ് രഹി ഹി അപ്നി ഹി പ്രതിച്ഛായ കോ ജബാൻ നിഖാൽ കർ ചിടാ ദിയാ.
ദർപ്പൺ കണ്ണാടിയിൽ നോക്കിയിട്ട് അപ്പനെ ഹി പ്രതിച്ഛായക്കോ സ്വന്തം ആ ചായ നോക്കിയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ജബാൻ നിക്കാൽക്കർ ചിടാ ദിയാ കഹ തുക്ക് കേ ക്യാ തുക്ക് ഹേ ചേർച്ച അതെന്ത് ചേർച്ചയാണ് അതെന്ത് ചേർച്ചയാണത് എന്ന് പറയുന്നത് അവർ ഗുദ് ഹി ഗിൽ കിലാഹർ ഹസ്പടി അവൾ സ്വയം അവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നീല ഡ്രസ്സ് ധരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പച്ചപ്പൊട്ടാണ് നെറ്റിയിൽ കുത്താനായിട്ട് പോകുന്നത്. കണ്ണാടിയിൽ നോക്കിയിട്ട് അവൾ സ്വയം ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നതാണ് ഇതൊക്കെയാ തുക്ക് ഇതിപ്പോൾ എന്താ ചേർച്ചയാക്കി കുറവ്. അവൾ സ്വയം പൊട്ടിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നീലപ്പൊട്ടെടുക്കുന്നതിന് പകരം പച്ചപ്പൊട്ടെടുത്തു. അത് തന്നെയാണ് അവിടെ ആകർഷണത്തിന് കാരണമായിട്ട് തീരുന്നത്. ഒരു വ്യത്യസ്തതയാണ് അവിടെ കാണിക്കുന്നത്. ആ പച്ചപ്പൊട്ടിലാണ് അപരിചിതന് ആ പച്ചപ്പൊട്ട് കണ്ടപ്പോൾ അയാൾക്കൊരു ആകർഷണം തോന്നുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ചായ കുടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവൾ കുളിച്ച് ഒരുങ്ങി പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അവിടെയാണ് നമ്മൾ ഹരിബിന്ദി എന്ന് പറയുന്ന സംഭവം വരുന്നത്. നമ്മുടെ കഥയുടെ പേരായ ഹരിബിന്ദി എന്ന് പറയുന്നത് അവിടെയാണ്. അതായത് നീല ഡ്രസ്സിന് നീലെ രംഗ് കെ കുർത്ത और चूड़ीदार पैजामा पहना और बाद में माथे पर हरा रंग का बिंदी लगाई. പച്ച നിറത്തിലുള്ള പൊട്ട് തൊട്ടു. ഇതാണ് നമ്മുടെ കഥ വരുന്നത് ഇനിയാണ്. ഓക്കെ, താങ്ക് യു.